5.1 ആംപ്ലിഫയർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ്, അതായത് നമ്മളെ ചാനൽ സ്പീക്കേഴ്സിനും സെൻട്രൽ ചാനലിനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഫുൾ റേഞ്ച് സ്പീക്കറാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വീറ്ററിൻ്റെ പോലെയുള്ള സ്പീക്കറാണോ ഏതാ ബെസ്റ്റ് എന്നുള്ളതാണ് ഒരാളുടെ കമൻറ്റ്. അപ്പോൾ അത് പലരും ചോദിക്കേണ്ടത് ഞാൻ അപ്പോൾ ചാനലിൽ ഏത് സെറ്റ് ചെയ്യണം, ഏത് വെച്ചാലാണ് നല്ല ക്ലാരിറ്റി കിട്ടുക, നമുക്ക് വോക്കൽ കിട്ടാൻ ഏതാ ബെസ്റ്റ് എന്ന് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ചെറിയ ഒരു വീഡിയോ ആക്കി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കും കാര്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടും പരിക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ കുറഞ്ഞു വരുന്നത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് പെട്ടെന്ന് തന്നെ ഒക്കെ പഴയ നോർമലിലേക്ക് വരും. അപ്പോൾ ചാനൽ സ്പീക്കേഴ്സ്, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ്, ഇത് രണ്ടും സാധാരണ 5.1-ൻ്റെ 4 ചാനൽ സ്പീക്കേഴ്സ്, പിന്നെ ഉള്ളതൊന്ന് സെൻറ്ററും സബുമാണ്. അപ്പോൾ അതിൽ ഈ ചാനൽ സ്പീക്കേഴ്സിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മിഡ് ബേസ് ഉള്ള ടൈപ്പും ഒരു ട്വീറ്ററും ഉള്ള ടൈപ്പാണ്, അതായത് ക്രോസ് ഓവർ വെക്കാൻ പറ്റിയ ടൈപ്പ്. അതേപോലെ തന്നെ ഫ്രണ്ട് ചാനലിലും സെൻട്രൽ ചാനലിൽ നമ്മൾ സാധാരണ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് കൊടുക്കാം, നമുക്കൊരു ട്വീറ്ററും കൊടുക്കാം, നല്ല പെർഫെക്റ്റ് ക്രോസ് ഓവർ ഇട്ടിട്ടുള്ള ട്വീറ്റർ കൊടുക്കണം. ഇല്ലെങ്കിൽ ഒക്കെ പാടെ ഭയങ്കര ചിലപ്പം ഹൈ വളരെ കയറി വന്നിട്ട് ബോറാവും. ഇപ്പോൾ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിൻ്റെയും മിഡ് ബേസ് സ്പീക്കറിൻ്റെയും രണ്ടിൻ്റെയും ക്രോസ് ഓവർ സെക്ഷൻ, അതായത് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രണ്ട് ചാനൽ, അതായത് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും 2.1 ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ബേസ് നമുക്ക് സബ് ഉണ്ട് എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ബേസിനെ പറ്റി നമുക്ക് അതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് കൊടുക്കാം ഫ്രണ്ട് ചാനലിന്. അപ്പോൾ ട്വീറ്റർ അവിടെ വളരെ പെർഫെക്റ്റ് ക്രോസ് ഓവർ ഇട്ട് കൊടുക്കണം. നമ്മളൊരു സാധാരണ എല്ലാ ബോക്സുകളിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന ആ കപ്പാസിറ്റേഴ്സ് 105J ഉള്ള കപ്പാസിറ്റർ കോമൺ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്, അപ്പോൾ അതിട്ട് കൊടുക്കരുത്. ഇതിൻ്റെ ക്രോസ് ഓവർ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞേന്നാണ് തുറക്കുന്നത്. അപ്പോൾ എന്താവും, ഈ സ്പീക്കർ ഇപ്പോൾ അതിനകത്തുള്ള ഒരു ചാനൽ സ്പീക്കർ ആണെങ്കിൽ ഇതിൻ്റെ ക്രോസ് ഓവർ ഫ്രീക്വൻസിനെയും മറ്റേ ട്വീറ്ററിൻ്റെ ക്രോസ് ഓവറും ഇത് രണ്ടും കൂടി ഇവിടെ വന്നിട്ട്, അതായത് ഒരേ പോയിന്റിൽ വെച്ചിട്ട് അവിടെ ക്യാൻസലേഷൻ നടക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റോർഷൻ നടക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടോ ഗ്രാഫിക്കലിയോ വരച്ചിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ചെയ്തിട്ടോ ചെയ്താൽ കൂടുതൽ മനസ്സിലാവും. അതായത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ബേസ് കൂടുതലായിട്ട് സൈഡിൽ നിന്നും മറ്റ് ചാനലിൽ നിന്നും വരണോ, അതല്ലെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ബേസ് മതി. നമുക്ക് അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് ബേസ് മൊത്തം സബ് നിന്ന് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ റേഞ്ച് സൈഡിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്താ മനസ്സിലാണെന്ന് വെച്ചാൽ അത് നമ്മളെ ആ ഒരു മൂഡ്, ഒരു താല്പര്യം പോലെയാണ്. നമ്മളെ ഓപ്ഷൻ നമ്മൾ ഏതാ വേണ്ടത് വെച്ചാൽ അതിൻ്റെ നമ്മളെ ആഗ്രഹം പോലെ സെലക്ട് ചെയ്യും. 3-വേ ചാനൽ, ഇതൊരു മിഡ് റേഞ്ച് സ്പീക്കറാണ്. ഒരു വൂഫർ അതേപോലെ തന്നെ ട്വീറ്ററും വെച്ചിട്ട് 3-വേ വെച്ചിട്ട് ചാനൽ സൈഡ് ചാനൽസും ഫ്രണ്ട് ചാനലും സെയിം ആയിട്ട് സെറ്റ് ചെയ്യുന്ന ടീമുണ്ട്. എന്നാൽ സൂപ്പർ അറിയുക, ഭയങ്കര വർക്കിംഗ് ആണ്. അതല്ലാതെ നമ്മളിപ്പോൾ മിഡ് ബേസും ഒരു ട്യൂട്ടർ ഇട്ട് 2-വേ ചെയ്യുമ്പോൾ നമ്മൾ ആ ക്രോസ് ഓവർ സെക്ഷൻ്റെ ഒരു ലോ സെക്ഷൻ നമ്മൾ ഒഴിവാക്കുകയാണ്. പക്ഷേ 3-വേ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ആ ബേസ് റെസ്പോൺസ് മാക്സിമം നമുക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കിട്ടും. അതിൻ്റെ കൂടെ സബ് ചെയ്തിട്ടാണ് നമ്മളെ സബ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നാമത്തെ ഓപ്ഷനായി. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സൈഡ് ചാനലിൽ നിന്നും ഫ്രണ്ട് ചാനലിൽ നിന്നും ഒക്കെ നമുക്ക് ഒരു ചെറിയ തരം ബേസോട് കൂടിയിട്ട് മാത്രം, അതായത് നമുക്ക് അത്ര ഷാർപ്നെസ് വേണ്ട, നമുക്കൊരു ബേസോട് കൂടിയ ഒരു മിഡ് ബേസ് ഉള്ള ഒരു ലെവലിൽ നിന്ന് മേലോട്ടുള്ള ഡീറ്റെയിൽസ് മതി, ആ ഒരു ലെവലിലാണ് കേൾക്കേണ്ടതെന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു മിഡ് ബേസ് സ്പീക്കർ, അതായത് സ്വീറ്റനോ സ്വിപ്പോ ഇനി ഏതെങ്കിലും ഒരു കമ്പനിയുടെ നല്ല ടൈപ്പ് ക്വാളിറ്റി ഉള്ള മിഡ് ബേസ് സ്പീക്കറും ട്വീറ്റർ ഉപയോഗിക്കുക. അപ്പോൾ അതാ താല്പര്യമുള്ളവർക്ക്. അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അധികം ബേസ് അവിടെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഫുൾ റേഞ്ച് സ്പീക്കറും ഒരു കറക്റ്റ് സെറ്റ് ചെയ്ത് ക്രോസ് ഓവറുള്ള ഒരു ട്യൂട്ടറും സൈഡിനും ഫ്രണ്ടിനും ഉപയോഗിക്കാം. ഇത് ഒരുപാട് തരം കോൺഫിഗറേഷൻ ഉണ്ട്. ഒരു 5.1-ഓ 7.1-ഓ ഏതായാലും സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ കോൺഫിഗറേഷൻ വേണ്ടത്, അത് ഏത് തരത്തിലാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മളെ അതാത് യൂസറുടെ ഒരു മൂഡ്. നല്ല ബേസ് മാത്രം മൂടുള്ള ആൾക്ക് മറ്റേത് ചിലപ്പോൾ താല്പര്യം കിട്ടില്ല. അവർക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത അലോസരക്കേട് തോന്നും, എങ്ങനെ പറയാം അല്ലേ, ഡിസ്റ്റോർഷൻ തോന്നും ചെവിയിലൊക്കെ. അതേസമയം ഇപ്പം ബേസ് അല്ല ഷാർപ്നെസ് കൂടുതൽ വേണ്ട ആൾക്ക് ബേസാണ് കേൾക്കുന്നതെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള പരാതിപ്പെടും. അതേസമയം നമ്മളെ പോലത്തെ വളരെ അപൂർവം ചില ആളുകളുണ്ട്, നമുക്കത് എന്താണോ വരുന്നത് അത് ഫുള്ള് അതിൻ്റെ ആ റിയാലിറ്റിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതാണ് യൂസർ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. രണ്ടാമതാണ് കോൺഫിഗറേഷൻ. അപ്പോൾ യൂസറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൂഡ് ഏതാണോ അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഏത് തരം ഒരു സൗണ്ടാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് വേണ്ടത് എടുക്കുക. അപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ചെയ്യാം നിങ്ങളുടെ സ്പീക്കേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വല്ലതും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.